ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജർമ്മനിയിൽ നമുക്ക് എങ്ങനെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കാം. ട്യൂഷൻ ഫീസൊന്നും ഇല്ലാതെ ജർമ്മനിയിലെ ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്യുന്ന കാര്യമാണ് സംസാരിക്കുന്നത്. ഇന്ത്യയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അതൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയോ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു BSc അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ BTech ഗ്രാജുവേറ്റ് ആയിരിക്കണം. അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു പെർസെൻറ്റേജ് ഓഫ് മാർക്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഇപ്പം ഒരു BTech ഗ്രാജുവേറ്റ് ആണെങ്കിലും നിങ്ങളൊരു BCom ഗ്രാജുവേറ്റ് ആണെങ്കിലും നിങ്ങളൊരു BSc ഗ്രാജുവേറ്റ് ആണെങ്കിലും എല്ലാ ആപ്ലിക്കേഷനും ഒരുപോലെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു BTech ഗ്രാജുവേറ്റിന് അല്പം പെർസെൻറ്റേജ് ഓഫ് മാർക്സ് കുറഞ്ഞാൽ പോലും ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു BCom ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഒരു 70% എബോവ് മാർക്ക് ഉണ്ടെങ്കിലേ ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടാൻ ചാൻസ് ഉള്ളൂ. പിന്നെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് 70ൽ താഴെയുള്ള BCom ഗ്രാജുവേറ്റ്സിന് അഡ്മിഷൻ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ ട്യൂഷൻ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരും. ജർമ്മനിയിൽ തന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റികൾ പലതും ട്യൂഷൻ ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഇനി ഒരു BSc ഗ്രാജുവേറ്റ്സ് ആണ്, നിങ്ങളിപ്പം ഫിസിക്സോ കെമിസ്ട്രിയോ അതുപോലെ മറ്റേതെങ്കിലും സബ്ജക്ട്സ് ആണെങ്കിൽ നിങ്ങളെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഒരു 60+ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇനിയിപ്പം ഒരു BSc ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ BSc കഴിഞ്ഞിട്ട് നിങ്ങളൊരു MSc കൂടി ചെയ്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെയിം സ്കീമിൽ തന്നെ, അതായത് നിങ്ങളിപ്പം BSc കഴിഞ്ഞിട്ട് MSc ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചാൻസസ് ഉണ്ട് ജർമ്മനിയിൽ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റി മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പൊതുവേ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യം, നമ്മളൊരു മാസ്റ്റേഴ്സ് ഇന്ത്യയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജർമ്മനിയിൽ വീണ്ടും പോയിട്ട് ഒരു മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ മാസ്റ്റേഴ്സ് ഹൈഡ് ചെയ്ത് വെക്കണോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. ഇന്ത്യയിൽ നിങ്ങളൊരു BSc ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ മാസ്റ്റേഴ്സും കൂടി ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതേപോലെ ഇപ്പം നിങ്ങളൊരു BTech ഗ്രാജുവേറ്റ് ആണ്, നിങ്ങൾ ഇലക്ട്രിക്കലോ എഞ്ചിനീയറിംഗ് ITയോ മെക്കട്രോണിക്സോ ഇനി ഫുഡ് സയൻസോ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ BTech കഴിഞ്ഞിട്ട് നിങ്ങൾ ജർമ്മനി അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് വലിയൊരു തടസ്സമായി വരില്ല. കാരണം നിങ്ങളൊരു പെർസെൻറ്റേജ് ഓഫ് മാർക്കിന് ഈവൻ ഒരു 55 ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 60 അല്ലെങ്കിൽ 65, 70 എബോവ് ആണെങ്കിൽ 100% ആണ് നിങ്ങൾക്ക് ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്, നിങ്ങളെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി മസ്റ്റ് ആയിരിക്കണം. നിങ്ങളുടെ IELTS ഒരു മോഡറേറ്റ് 6.5 ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ജർമ്മനിയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപൂർവം ചില കോഴ്സുകൾക്ക് 6.5 അല്ലാതെ 7 ചോദിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് റിസർച്ച് ബേസിസ് കോഴ്സസ്, ചില ഹെൽത്ത് കെയർ കോഴ്സസ് ഒക്കെ ആണെങ്കിൽ IELTS 7 തന്നെ വേണ്ടി വരുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി IELTS 6 ആണെങ്കിൽ എന്ത് ചെയ്യും? 6 ഉള്ള അപൂർവം കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷേ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ചെല്ലുന്ന സമയത്ത് എല്ലാ യൂണിവേഴ്സിറ്റിയും കവർ ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കുറയും 6 ആകുമ്പോൾ. കാരണം യൂണിവേഴ്സിറ്റികൾ കുറവാണ് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇത് കൂടാതെ നിങ്ങൾ IELTS കൂടാതെ നിങ്ങൾക്ക് വേണ്ടത് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആണ്, LOR. നിങ്ങൾ പഠിച്ച കോളേജിൽ നിന്ന് നിങ്ങൾ ഗ്രാജുവേഷൻ ചെയ്ത കോളേജിൽ പോയിട്ട് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ വാങ്ങിക്കേണ്ടതുണ്ട്. അതുകൂടാതെ നിങ്ങൾ MOI മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, നിങ്ങൾ പഠിച്ച കോളേജിൽ നിന്ന് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വാങ്ങിക്കണം. ഓക്കെ, ഇനി അതുകൂടാതെ ഇപ്പം കഴിഞ്ഞ വർഷം മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന APS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. APSindia.de സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ APS ഇന്ത്യൻ്റെ ഡൽഹിയിലെ ഓഫീസിലേക്ക് നിങ്ങൾ ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കണം. കൂടാതെ നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടതുണ്ട്, ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, കൂടാതെ അതിൻ്റെ ഒരു 18,000 സംതിങ് വരുന്നൊരു എമൗണ്ട് നിങ്ങൾ അതിൻ്റെ വെരിഫിക്കേഷൻ ഫീയും അടയ്ക്കേണ്ടതുണ്ട്. APS കൂടി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് പോകാൻ പറ്റുന്ന കാര്യമാണ്. APS നിങ്ങൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്തിടുന്നത് നല്ലതായിരിക്കും. അതായത് നിങ്ങളൊരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം, ഡിഗ്രി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം APSന് അപ്ലൈ ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിസ ഇൻ്റർവ്യൂവിന് കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് APS സർട്ടിഫിക്കറ്റ് വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിസ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കൊച്ചിയിലോ ബാംഗ്ലൂരോ ആയിരിക്കും നിങ്ങളെ വിസ ആപ്ലിക്കേഷൻ സെൻറ്റർ. അപ്പോൾ അവിടെ നിങ്ങൾ വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് APS വേണം. ഓക്കെ, പിന്നെ ജർമ്മനിയിലെ ചില യൂണിവേഴ്സിറ്റികളൊക്കെ APS ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. APS ആപ്ലിക്കേഷൻ ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പം APS ഉണ്ടെങ്കിൽ കുറച്ച് ചില യൂണിവേഴ്സിറ്റികൾക്കും കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ബഹുഭൂരിപക്ഷം 90% യൂണിവേഴ്സിറ്റീസിനും APS ആവശ്യമില്ല നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് യൂണിവേഴ്സിറ്റികൾ മാത്രം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കോമൺ ആയിട്ട് പറയാം, ഞാൻ എക്സ്പെൻസിൻ്റെ കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ടാണ് നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്ന ഒരു എക്സ്പെൻസസ്. അതായത് 11,208 euro, ഒരു 10 ലക്ഷത്തിലധികം രൂപ നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ടിന് വേണ്ടി വരും. അത് സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ ജർമ്മനിക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ജർമ്മനിയിൽ എത്തിയിട്ട് മാത്രമേ അത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അല്ലാതെ ഉള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ എക്സ്പെൻസസും പിന്നെ തീർച്ചയായിട്ടും എൻറോൾമെൻറ്റ് ഫീ ഉണ്ടാവും.
പിന്നെ അതുപോലെ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, പിന്നെ വിസയായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് വരും. പിന്നെ നിങ്ങൾ ജർമ്മനിയിൽ എത്തുമ്പോൾ റൂമിൻ്റെ ഒരു ഡിപ്പോസിറ്റ് കൊടുക്കേണ്ട, ഒരു ഇന്ത്യൻ റുപ്പീസ് ഒരു 25,000 to 50,000 റുപ്പീസ് നോർമലി നിങ്ങൾക്ക് റൂം ഡിപ്പോസിറ്റും നിങ്ങൾ കരുതണം. പിന്നെ നിങ്ങൾക്ക് അവിടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിലത്തെ ക്യാഷ് റിലീസായി നിങ്ങളെ കൈ കിട്ടുന്ന വരുന്നുള്ള ഒരു ലിവിങ് എക്സ്പെൻസ് ഒരു അപ്രോക്സിമേറ്റ്ലി ഇന്ത്യൻ റുപ്പീസ് ഒരു 50,000 റുപ്പീസും കൂടി നിങ്ങൾ കരുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജർമ്മനി ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയും എക്സ്പെൻസസും നിങ്ങൾ മനസ്സിൽ കരുതണം. പിന്നെ ഇത്രയും ഡോക്യുമെൻറ്റ്സും കൂടി റെഡി ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജർമ്മനി, ഞാൻ പറഞ്ഞ പെർസെൻറ്റേജ് ഓഫ് മാർക്കൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അപ്പോൾ അതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജർമ്മനി പബ്ലിക് യൂണിവേഴ്സിറ്റിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തിട്ട് ഏറ്റവും നല്ല വേൾഡിൽ ഒരു ഗ്രേറ്റ് എഡ്യൂക്കേഷൻ കിട്ടാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അടുത്ത ആഴ്ച മറ്റൊരു സബ്ജക്റ്റായിട്ട് കാണാം. താങ്ക് യു. ബൈ ഫോർ.